വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ ഇത് നമ്മുടെ 6th CBSE മക്കളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അല്ലെ. മക്കൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ആയിരിക്കും. നമ്മുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒന്നും ഫോളോ ചെയ്ത ടെക്സ്റ്റ് ബുക്കുകളല്ല നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ മാറ്റത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പഠിച്ചാലാണ് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ മക്കള് ആലോചിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തത് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയണമെങ്കിൽ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. നമ്മളിതാ വെക്കേഷൻ ടൈമില് ഏറ്റവും ലാസ്റ്റ് പോയിട്ടുള്ള ഒരു ടൂറിനെ പറ്റി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മക്കൾ എന്ത് ചെയ്യാൻ തുടങ്ങും, റിപ്ലൈ പറയാൻ തുടങ്ങും അല്ലെ. അതായത് നിങ്ങൾ അന്ന് പോയിട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ അന്ന് ധരിച്ചിരുന്ന ഡ്രസ്സ് ഏതാന്ന് വരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഡ്രസ്സിന്റെ കളർ വരെ ചിലപ്പോൾ മക്കൾ എന്ത് ചെയ്യും, മിസ്സിന് പറഞ്ഞു തരും. എന്നാൽ ഇതേ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, കഴിഞ്ഞ ഇയറിൽ നമ്മുടെ ആനുവൽ എക്സാമിന് വന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെ പറ്റി, അല്ലെങ്കിൽ അതിന് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസറിനെ പറ്റി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, യെസ് നമുക്കത് ഓർമ്മയില്ല എന്ന് പറയും അല്ലെ. എന്തുകൊണ്ടാണ് നമുക്കത് ഓർമ്മയില്ലാതായി പോയത്? യെസ്, അവിടെ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളെ ചതിച്ചിട്ടുള്ളത്. അതായത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ്, ഓർമ്മയുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താണ്, നമ്മുടെ ഉള്ളില് എല്ലാത്തിനോടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുക അല്ലെ. അതായത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റി നമ്മുടെ മൈൻഡിനെ നമ്മളൊന്ന് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യാന്നുള്ളത് തന്നെയാണ്, റീഡ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. എപ്പോഴും നമ്മുടെ ബുക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അറ്റാച്ച്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ അവിടെ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ ഒബ്സർവേഷനിലൂടെയൊക്കെ ഈസി ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഓരോ കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യും, കടന്നു വരികയും ചെയ്യും. മാത്സ് ഒക്കെ ആണെങ്കിലോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കണം അല്ലെ. അപ്പൊ ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സിലബസ് മാറിയതൊന്നും നമുക്കൊരു വിഷയമേ ആയിരിക്കില്ല. ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമ്മുടെ സൈലത്തിന്റെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അധികം വൈകാതെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. ബൈ.